ഇന്ന് നമ്മൾ പുതിയൊരാളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, അയാളെ ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ടും കൂടെ കാണാൻ വേണ്ടി പോവുകയാണ്. അയാളെ നേരിട്ട് കാണാൻ വേണ്ടി നമ്മൾ നട്ടുച്ച വെയിൽ സമയത്താണ് ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. കൂട്ടിന് വേറെ ആരുമല്ല, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ണിയുമുണ്ട്. അതിന് പിന്നെ വണ്ടി കയറാൻ 1.5 മണിക്കൂറാണ്. നമ്മളെയും കൂടെ മറിച്ചിടും വണ്ടിയിൽ നിന്ന്. അങ്ങനെ അവളെയും കയറ്റി യാത്ര അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ വണ്ടിക്ക് എന്തോ ഒരു തകരാറ് പോലെ, വണ്ടിക്കൊരു മന്ദത. ലാസ്റ്റ് നമ്മളൊരു നിഗമനത്തിലെത്തി, വണ്ടിക്ക് കാറ്റില്ല, കാറ്റ് കുറവാണ്. അങ്ങനെ പെട്രോളും അടിക്കണമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഗൈസ്. പെട്രോൾ അടിച്ചതിന് ശേഷം കാറ്റടിക്കാൻ വേണ്ടി കാറ്റടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി വണ്ടി. പക്ഷേ എന്നെക്കാട്ടി മുന്നേ വേറൊരു കാറുകാരൻ കാർ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കാറ്റടിക്കാൻ വേണ്ടി. ഒരു ടയറിന് മാത്രമല്ല, അയാളുടെ കാറിലെ 4 ഭാഗത്തും 4 ടയറിലും കാറ്റടിക്കണമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് ഞാനും ഉണ്ണിയും കൂടെ വീണ്ടും വണ്ടി കയറി പോകുന്ന വഴി അടിക്കാമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ വേറൊരു പെട്രോൾ പമ്പിൽ ചെന്ന് കാറ്റടിച്ച് അപ്പോഴത്തേക്ക് വണ്ടിക്ക് ഹൈറ്റ് കൂടി. കാരണം വണ്ടിയുടെ 2 ടയറിനും കാറ്റ് കുറവായിരുന്നു. അത് വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇവിടെ തേരാപാര നടന്നുകൊണ്ടിരുന്നത്. റോഡിൻ്റെ അവസ്ഥ വളരെ നല്ലതായതുകൊണ്ടും എൻ്റെ വണ്ടിക്ക് നല്ല കണ്ടീഷൻ ആയതുകൊണ്ടും വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ ഇളകി പറഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ബട്ട് വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അങ്ങനെ നമ്മൾ നീണ്ടേറെ പാലത്തിനടുത്തെത്തി. അപ്പോൾ എൻ്റെ നൻപൻ എപ്പോഴും ഈ വഴി കൂടെ പോകുമ്പോൾ പറയും, എടി അവിടെ ഡോൾഫിനെ നീ കണ്ടിട്ടുണ്ടോ? ഡോൾഫിൻ ഉണ്ടെന്ന്. ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴി എപ്പോഴും നോക്കും, എന്നെങ്കിലും ഒരു ദിവസം കണ്ടാലോ ഡോൾഫിനെ. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ഡുണ്ണിയുടെ അടുത്തും ചോദിച്ചു. അവൾ മാങ്ങിയെന്ന് പറയുമ്പോൾ ചക്കയെന്നാണ് കേൾക്കുന്നത്. നീണ്ടാറയിലെ കാര്യം ചോദിക്കുമ്പോൾ അവൾ അഴീക്കിയ ബീച്ചിലെ കാര്യം പറയുന്നു.